66 രാജ്യങ്ങൾ കീഴടക്കിയ അജയ്യൻ, പ്രചണ്ഡ പ്രഭാവൻ, സിംഹസമാനൻ, ലിംഗദേശ സാമ്രാട്ട്, വിശ്വവിജയി, കരുത്തരിൽ കരുത്തനായ മാൻസിംഗ് ചക്രവർത്തി എഴുന്നള്ളുന്നു. രാജാവ് വരുമ്പോഴും പോകുമ്പോഴും ഇങ്ങനെ കണവൻ ചത്ത പെണ്ണുങ്ങളെ പോലെ നിലവിളിക്കുന്നത് കേൾക്കുമ്പോ അയ്യോ അയ്യോ അയ്യോ, എനിക്ക് എന്റെ ഉച്ചിരോമം മുതൽ ഉള്ളങ്കാൽ വരെ പെരുത്ത് കയറും. രാജാവ് വന്നാൽ നിലവിളി, പോയാൽ നിലവിളി, ഉറങ്ങിയാൽ നിലവിളി, ഉണ്ടാൽ നിലവിളി, ഗോപ്യമായൊരു തോഴിയുടെ അറയിലേക്ക് കയറിയാലും നിലവിളി. അങ്ങ് വരും മുമ്പ് ഇവിടുത്തെ വഴക്കമായിരുന്നു മഹാരാജൻ. അയ്യോ, അത് പണ്ട്. ഈ വൈജയന്തം മാൻസിംഗ് കീഴടക്കുന്ന 1-ാമത്തെയോ 9-ാമത്തെയോ രാജ്യമല്ല, 67-ാമത്തേതാണ്. 67-ാമത്തേത്. എണ്ണമില്ലാത്ത രാജ്യങ്ങൾ ഇനിയും കീഴടക്കി ഈ മുപ്പാരിലെ ഏറ്റവും വലിപ്പമുള്ള സാമ്രാജ്യം ഉണ്ടാക്കണം മാൻസിംഗിന്. പറഞ്ഞു വന്നത്, കീഴടക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഒരൊറ്റ നിയമാവലി, ഒരൊറ്റ രീതി മതി മതി, അത് മതി മാൻസിംഗിന്. എന്താണത് മഹാരാജൻ? കൊല്ലപ്പെട്ട മന്ത്രിയുടെ മകൾ സുനേത്രയെ അങ്ങ് ആജ്ഞാപിച്ചതിന് പ്രകാരം അങ്ങയുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള വരവാണ്. സുനേത്ര, നീലക്കണ്ണുള്ള, നീണ്ട മൂക്കുള്ള, നെറ്റിയിൽ അടക്കങ്ങളുള്ള സുന്ദരി, നമ്മുടെ വാൾമുനയാൽ വധിക്കപ്പെട്ട വൈജയന്തത്തിന്റെ മന്ത്രി സുഹാസിതന്റെ മകൾ യുദ്ധമുഖത്ത് മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ പേടിച്ചോടിയ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഇവളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണമുണ്ട്. നീലക്കണ്ണും പിന്നെ ഇവിടെ ഇടുപ്പിൽ ഇവിടെയായുള്ള മറുകും. ചെന്ന് ആ മഞ്ചലിനുള്ളിലിരിക്കുന്ന അവളോട്, സുനേത്രയോട് പറയേ, നമ്മുടെ ദേശത്ത്, നമ്മുടെ കൊട്ടാരത്തിൽ, നമ്മുടെ അറയിൽ നറു സുഗന്ധങ്ങളും പുരട്ടി കാത്തിരിക്കാൻ, നാം വരുന്ന ദിനവും കാത്ത്. സേവക, ആഹാരമോ വസ്ത്രമോ ആടയാഭരണങ്ങളോ സുനേത്ര എന്ത് ചോദിച്ചാലും വഴിയിൽ എവിടെ നിന്നും വാങ്ങിക്കൊടുക്കുക. അയ്യോ 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 അയ്യോ, കീഴടക്കിയ രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത പൊന്നും പിടിച്ചടക്കിയ പെണ്ണുങ്ങളെയും കാണുമ്പോ അടുത്ത രാജ്യത്തെ കീഴടക്കാൻ ആവേശം തരുന്നത് അവിടുത്തെ മണ്ണും പൊന്നും പെണ്ണും തന്നെ. മാൻസിംഗ് മഹാരാജാവിന് വന്ദനം. ഞാൻ അറിയാം, നീ ശക്തിസേനൻ, കല്ലൂർ ശേരിയിലെ ഇളയവർമ്മ മഹാരാജാവിന്റെ അനന്തരം, രാജഗുരുവും അന്ധനുമായ പെരിങ്ങോടന്റെ മകൻ. അതെ മഹാരാജൻ, ഞാൻ വന്നത് അതും അറിയാം. കല്ലൂർ ശേരിയിലെ രാജകുമാരിയെ വേട്ട് നാളെ അവിടെ രാജാവാകാമെന്ന ധാരണകളിൽ പിഴവ് വന്നിരിക്കുന്നു. പുറത്തുനിന്നൊരുത്തൻ നിന്റെ ആഗ്രഹങ്ങളുടെ അന്തകനായി അവതരിച്ചിരിക്കുന്നു. 3 ദിനങ്ങൾക്ക് മുന്നേ നിന്റെ ശത്രുവും നിന്റെ മുറപ്പെണ്ണുമായുള്ള വിവാഹം ആർഭാടങ്ങളോടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകാൻ ഒരുങ്ങുന്നു. ഒന്നും കൈവിട്ട് കളയാൻ നീ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നീ മാൻസിംഗിനെ കാണാൻ ഉറക്കുന്നു. കഥ ഇതുവരെ ശരിയല്ലേ? ആണ്. അണുകിട പോലും വ്യത്യാസമില്ലാതെ ശരിയാണ്. ഇനി പറയൂ, ഈ കഥയിൽ മാൻസിംഗിന് എന്താണ് വേഷം? നാം എന്ത് ചെയ്യണമെന്ന് അപേക്ഷിക്കാനാണ് നീ വന്നത്? അങ്ങ് പറഞ്ഞത് നേരാണ്. കല്ലൂർ ശേരിയുടെ സിംഹാസനം എന്ന മോഹം ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. അങ്ങയുടെ സഹായമുണ്ടെങ്കിൽ ഇളയവർമ്മ മഹാരാജാവിനെ തോൽപ്പിച്ച് രാജ്യം എനിക്ക്. നീ എന്ത് ധരിച്ചിരിക്കുന്നു ശക്തിസേന? ആവശ്യപ്പെടുന്നവർക്കായി യുദ്ധം ചെയ്ത്